ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. അതെനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല, OTT റിലീസായപ്പോഴാണ് ഞാനത് കണ്ടത്. സോ ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ചർച്ച ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ഇറ്റ്സ് ഒരു ക്രൈം ത്രില്ലറായിട്ടുള്ള മൂവിയാണ്. അറിയാലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്, കുഞ്ചാക്കോ ബോബൻ സ്റ്റാറിങ് ആയിട്ടുള്ളത്. സോ നമ്മൾ ആ സിനിമയെ മാത്രം അല്ല ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ സിനിമ ആസ് എ ഹോൾ അതിൽ പൊതുവേ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്രിമിനൽസിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു റോങ് വേ ഓഫ് പോർട്രേയിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പൊതുവേ ഡിസ്കസ് ചെയ്യാൻ പോകുക എന്ന് പറയുന്നത്. അതായത് പീപ്പിൾ ഹു ആർ ക്രിമിനൽ മൈൻഡഡ്, നമുക്കറിയാം എപ്പോഴും ദേ ആർ ഓൾവേസ് റോങ് കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ് അവർ എന്ന് പറയുന്നത്. സോ അതിൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു അതിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് മാറ്റിയില്ല. പക്ഷേ ക്രിമിനൽസിനെ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. സിനിമാസിൽ എപ്പോഴും അവർ ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ വരുമ്പോൾ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൊന്നു കളയുക, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക, ഡെത്ത് എന്ന രീതിയിലാണ് അവർക്ക് ഉള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ എന്നത് പൊതുവെ സിനിമാസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ. അതായത് ഇഫ് യു ആർ എ ക്രിമിനൽ ഇൻ എ മൂവി ഓർ സംതിങ്, ഒരു ക്രിമിനൽ ക്യാരക്ടർ ആയിട്ടുള്ള ആളാണെങ്കിൽ അറ്റ് ദ എൻഡ് ഹീ ഈസ് ഓൾവേസ് എ വിക്ടിം ടു എന്താ പറയുന്ന പബ്ലിക്കിൻ്റെ ഒരു നെഗറ്റീവ് വിക്ടിം ആകുന്നു, അല്ലെങ്കിൽ ഒരു ഫൈനലി ഹി മൂവ്സ് ടു ഡെത്താണല്ലോ അൾട്ടിമേറ്റ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഡെത്തിലേയും അല്ലെങ്കിൽ ഒരു കില്ലിങ്ങിലേക്കോ ഒരു വില്ലൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ള ആൾ എൻഡപ്പ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ പൊതുവേ ഫിലിംസിൽ കാണുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു പോർട്രേൻ്റെ കുഴപ്പമെന്ന് പറയാമെന്ന് പറയുന്നത്, ക്രിമിനൽസ് എന്ന് പറയുന്നത് ദേ എക്സിസ്റ്റ് ഇൻ ദ റിയൽ ലൈഫ് ടു. നമ്മുടെ ശരിക്കുമുള്ള ലൈഫിലും എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ക്രിമിനൽസ് എന്നത്. സാധാരണ നമ്മളെപ്പോലൊരു മനുഷ്യരാണ്, ഒരു പോയിന്റിൽ അവരുടെ സർക്കംസ്റ്റൻസസ് മൂലം അവരെപ്പോഴും ഒരാളെ ഒരു ക്രിമിനൽ ആക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വന്ന ക്രിമിനൽ വാസനകളുടെ സാഹചര്യങ്ങൾ വളർന്നു വന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ഒരു ക്രിമിനലായി പിന്നീട് മാറുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ മിക്ക ഫിലിംസിലും കണ്ടിട്ടോ, എന്തുകൊണ്ട് ഒരു വ്യക്തി ക്രിമിനൽ ആകുന്നു എന്നതൊക്കെ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ കാണാറുള്ളതാണ് മിക്ക സിനിമാസിൽ എന്ന് പറയുന്നത്. പക്ഷേ ദ പ്രോബ്ലം ഐ ഫൈൻഡ് ഇൻ മോസ്റ്റ് ഫിലിംസ് ഈസ് ദാറ്റ് അതായത് ലാസ്റ്റ് അവർക്ക് ഒരു ക്രിമിനലായിട്ടുള്ള ഒരാളെ അദ്ദേഹത്തെ എന്തു പറയുന്നത് റീകവർ ചെയ്ത് അദ്ദേഹത്തിനെ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആക്കുന്നില്ല. കാരണം വൈ എ പേഴ്സൺ ടെൻസ് ടു ബി എ ക്രിമിനൽ ബിക്കോസ് ദർ ഇസ് സംതിങ് റോങ് വിത്ത് ഹിസ് സൈക്കോളജി. ഒരു വ്യക്തിയുടെ സൈക്കോളജിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈക്കിയിലുണ്ടാകുന്ന ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി മൂലമാണ് ഒരു വ്യക്തി ഒരു ക്രിമിനൽ ആകുക എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ പേഴ്സണലി. ബിക്കോസ് ഒരാൾക്കൊരാളെ കൊല്ലണം, ഒരാൾക്കൊരാളെ ഹരാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് സിക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ. ബിക്കോസ് ഒരു നോർമലി ഹെൽത്തി മൈൻഡായിട്ടുള്ള ആൾക്ക്, ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിന് ഒരിക്കലും ഒരാളെ കൊല്ലാൻ തോന്നത്തില്ല. ബിക്കോസ് അത് എഗെയിൻസ്റ്റ് യുവർ റാഷണാലിറ്റി, എഗെയിൻസ്റ്റ് യുവർ ലോജിക്. ക്രിമിനൽ വാസന എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ഒരു ഹെൽത്താണ്, ഒരു ഹെൽത്തി തിങ്കിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഉള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ചിന്തകൾ എന്ന് പറയാമെന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഈസ് സം റൂട്ട് കോസ് ഇൻ ഹിസ് സൈക്കോളജി വേർ ദർ ഈസ് എ പ്രോബ്ലം വിത്ത് ഹിം. ഒരു സൈക്കോളജിയിൽ ഒരു എൻ്റയർലി പ്രോബ്ലം ഉണ്ട് ആ ഒരു വ്യക്തിക്ക്. സോ അതിനെ അനലൈസ് ചെയ്ത് അദ്ദേഹത്തെ വീണ്ടും ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീങ് ആക്കുക, ഒരു കംപ്ലീറ്റ്ലി ഒരു പ്യുവർ ഹ്യൂമൻ ബീങ് ആക്കുക എന്ന ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഫിലിംസ് ഒന്നും പൊതുവെ അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ബിക്കോസ് അതിൽ ഡ്രഗ്സിനെയാണല്ലോ മെയിനായിട്ട് കാണിക്കുന്നത്. യങ്സ്റ്റേഴ്സ് ഡ്രഗ്സിലേക്ക് പോകുന്നു, വയലൻസിലേക്ക് പോകുന്നു. സോ എന്തുകൊണ്ട് ഇവരിങ്ങനെ പോകുന്നു, ആ ഒരു സൈക്കിക് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഒരു ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. വൈ ദോസ് പീപ്പിൾ ഗോയിങ് ടു ഡ്രഗ്സ്, എന്തുകൊണ്ട് ഒരാൾ ഡ്രഗ്സിലേക്ക് പോകുന്നു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിലിം അവർ കാണിക്കാമെന്ന് പറയുന്നത് ദേ ആർ ലൈക്ക് എന്താ പറയുക, ഡെത്ത് ഈസ് ദെയർ ഓൺലി ജസ്റ്റിഫിക്കേഷൻ എന്ന രീതിയിലാണ് ആ സിനിമയിൽ കാണിക്കാമെന്ന് പറയുന്നത്. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവർ ആക്ച്വലി ഇതിൽ എന്തു പറയുന്നത്, ഒന്ന് എനിക്ക് ആദ്യം അവർ എന്താ പറയുന്നത് അഡിക്ഷൻ സെൻറ്ററിലോട്ടൊക്കെ അവരെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സ്, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നുണ്ട് ഇടയ്ക്ക്. എന്നിട്ട് അവരതിൽ നിന്നൊന്നും രക്ഷപ്പെടുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് പിന്നെ അവർ ജയിലിലും പോകുന്നുണ്ട്. ഡ്രഗ്സ് മൂലമാണ് അവർ പല ക്രൈമും ചെയ്തത്. എന്നിട്ട് അവർ ജയിലിലും പോകുന്നുണ്ട്. ജയിലിൽ നിന്ന് റിലീസായിട്ടും ഇവർ ആ ഒരു ഡ്രഗ് അഡിക്ഷനോടുള്ള ടെൻഡൻസി ഒന്നും മാറുന്നതായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. ലാസ്റ്റ് സീനിലൊക്കെ കാണിക്കുന്നില്ല. ദേ ആർ ലൈക്ക് എക്സാക്ട്ലി ദ സെയിം വേ. ഡ്രഗിനോട് അവർക്ക് പണ്ടത്തെ ഉള്ള ഒരു അഡിക്ഷൻ വീണ്ടും അവർ അറ്റ് ദ എൻഡ് ഓഫ് ദ മൂവി കാണിക്കുക എന്ന് പറയുന്നത് വീണ്ടും അവർ ഡ്രഗ്സിലേക്ക് പോകുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർക്ക് ഡ്രഗ്സിനോടുള്ള വാസനയിൽ തന്നെ അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജയിലിൽ എന്ത് കാണിക്കുമെന്നത് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ജയിലിൽ ഇതിനൊന്നുള്ള ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇവർ കൊടുക്കുന്നില്ല. വെറുതെ ഇങ്ങനെ പിടിച്ച് കുറേ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതല്ലാതെ വൈ ഡോണ്ട് യു ചേഞ്ച് ദ സൈക്കോ ഓഫ് എ പേഴ്സൺ അതൊന്നും കാണിക്കുന്നില്ല. ദർ ഈസ് നത്തിങ്. അതിലെ ജയിൽ
ജീവിതത്തിന് ശേഷം അവർക്കൊന്നും ഒരു മാറ്റം വരുന്നത്, ഒരു മൈന്യൂട്ട് മാറ്റം പോലും വരുന്നതായിട്ട് നമ്മൾ ആ ഫിലിമിൽ കാണിക്കുന്നത്. അതൊക്കെ വളരെ വലിയൊരു പോരായ്മയാണ്. ബിക്കോസ് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്, യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അവരെ നമ്മുടെ സിസ്റ്റത്തിന് മാറ്റാൻ കഴിയാത്ത രീതിയിലാണ് ഇതിൽ ഈ ഒരു ഫിലിമിലൊക്കെ പോർട്രേ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ ജയിലിൽ കിടന്നിട്ടും അതിനുള്ള ഒരു അവരുടെ പെർസ്പെക്റ്റീവ് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ദെൻ വാട്ട് ദി സിസ്റ്റം ഈസ് ഡൂയിങ് എന്ന രീതിയിലാണ് നമുക്കങ്ങനെ തോന്നിപ്പോവും ഈ സിനിമ കാണുക എന്ന് പറയുന്നത്. ജസ്റ്റ് ഫിലിമാണ്. യഥാർത്ഥ ലൈഫിൽ എനിക്ക് തോന്നുന്നു ദെയർ ആർ വെയ്സ് ടു ചേഞ്ച് ദ സൈക്കോളജി ഓഫ് അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് മാറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു ബിഗർ മീഡിയമാണല്ലോ, ബിഗർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സിനിമ പോലെയുള്ളതിൽ ഇങ്ങനത്തെ പോർട്രയൽ കൊടുക്കുക, ക്രിമിനൽസ് ആയിട്ടുള്ളവരെ ജസ്റ്റ് അവരൊരിക്കലും മാറുന്നില്ല. അതാണ് മെയിനായിട്ട് എനിക്ക് ഇത് പ്രോബ്ലമായിട്ട് തോന്നുന്നത്. കാരണം വൺസ് യു ആർ എ ക്രിമിനൽ, യു ആർ ഓൾവേസ് എ ക്രിമിനൽ. ദർ ഈസ് നോ ചേഞ്ച് ഫോർ യു. യു കനോട്ട് ബിക്കം ഫ്രം ക്രിമിനൽ ടു എ നോർമൽ ഹ്യൂമൻ ബീങ് എന്നൊരു ടൈപ്പ് ഓഫ് മെസ്സേജസാണ് മിക്ക ക്രൈം ത്രില്ലർ മൂവീസും നമ്മൾ കാണുക എന്ന് പറയുന്നത്. ബിക്കോസ് വൺസ് യു ആർ എ ഈവിൾ പേഴ്സൺ, യു ആർ ഈവിൾ ത്രൂ ഔട്ട് യുവർ ലൈഫ്. സോ ദാറ്റ്സ് നോട്ട് ഫെയർ. ബിക്കോസ് ഹ്യൂമാനിറ്റിയിൽ എപ്പോഴും ഒരു ഗുഡ്നെസ് ഉണ്ട്. എ പേഴ്സൺ ടേൺസ് ടു എൻ ഈവിൾ ഓർ എ ക്രിമിനൽ ക്യാരക്ടർ, മേ ബി അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം അദ്ദേഹം ഒരു സാഹചര്യം അദ്ദേഹം ആകാം. ബട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ മൂലം അദ്ദേഹം ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഹി കനോട്ട് ബി ലേബലൈസ്ഡ് ആസ് എ ക്രിമിനൽ. ദ സിസ്റ്റം, ദ സൊസൈറ്റി, അവർ സിസ്റ്റം ഹാസ് ടു ബി ബെറ്റർ ആക്കിക്കൊണ്ട് അതിനെ നമ്മൾ ആ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വൽ ആക്കി കൊണ്ടുവരിക എന്നതായിരിക്കണം നമ്മുടെ ആ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു എലമെൻറ്റ്സ് ആയിരിക്കണം സിനിമാസിൽ കാണിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ബിക്കോസ് എല്ലാ ഫിലിമിലും നമ്മൾ ഇതേ ഒരു പാറ്റേൺ കാണുന്നത്. ഇഫ് യു ആർ ക്രിമിനൽ യു മൂവ് ഇൻ ടു ഡെത്ത് എന്നത് ആണ് ഒരു ജസ്റ്റിഫിക്കേഷൻ. റിവെഞ്ച്, ഡെത്ത്, പ്രതികാരം എന്നതിലൊക്കെയാണ് കൂടുതലും ഇത്. ആ ഒരു നിങ്ങൾ ക്രിമിനൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നുകളയാം എന്നൊരു ഇതാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ വേ. ശരിയാണ്, എക്സ്ട്രീം സെൻസ് ഓഫ് ക്രൈംസ് ഒക്കെ ഓരോരുത്തരും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിക്കോസ് ദേ ഹാവ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ളതുകൊണ്ടാണ് ഓരോ വ്യക്തികളും അത്രത്തോളം ഇൻറ്റൻസ് ക്രൈംസ് ചെയ്യുക എന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ സിനിമയുടെ ആ ഒരു പോർട്രയൽ ഓഫ് ക്രിമിനൽസിനെ എങ്ങനെ പോർട്രേ ചെയ്യുന്നു എന്നതിൽ മാറ്റം വരുത്താനുണ്ട്. കാരണം ആഫ്റ്റർ ഓൾ എവരി വൺ ഈസ് എ ഹ്യൂമൻ ബീങ്. ഒരു റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാളും ഒരു ക്രിമിനൽ വാസന ഉള്ളവരും ഹെഡ് മർഡർ കമ്മിറ്റ് ചെയ്യുന്ന എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. സോ സംതിങ് ഈസ് റോങ് ഇൻ ദെയർ സൈക്കി ദാറ്റ് ലെഡ് ദം ടു കമ്മിറ്റ് എ സെർട്ടൻ ടൈപ്പ് ഓഫ് ക്രൈം. അപ്പോൾ ആ ക്രൈമിലെ നിന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാനസിക വൈകല്യം മൂലമായിരിക്കാം ഒരു പക്ഷേ. ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറയുമല്ല ക്രിമിനൽസിനെ. പക്ഷെ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ക്രിമിനൽസ് ഒന്നും ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് ഉണ്ടാകുക എന്ന് പറയുന്നത്. അതിന് ഡെത്തല്ല ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചുമ്മാ ആൾക്കാരെ കൊന്നു കളഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ക്രൈം ചെയ്യാതിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ക്രൈമൊക്കെ എപ്പോഴേ തീർന്നേനെ. അതിപ്പോൾ റേപ്പ് ചെയ്തവനെ ഉടനെ അവൻ്റെ ജെനിറ്റൽസ് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അവനെ കൊന്നു കളയുക, ഡെത്ത് കൊടുക്കുക, അങ്ങനെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും മർഡർ കേസൊക്കെ ചെയ്തവരെ ഉടനെ അവർക്കും ഡെത്ത് കൊടുക്കുക. അതെല്ലാം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ആ ഒരു റോഡ് കോഴ്സിലേക്ക് പോയിട്ട് ദ സൊസൈറ്റി, ദ സ്ട്രക്ചർ, നമ്മുടെ സിസ്റ്റത്തിലും സൊസൈറ്റിയിലും ഉള്ള ഒരു പോരായ്മ മൂലമാണ് ഓരോ വ്യക്തിയും ക്രിമിനൽ സൈക്കിലേക്ക് പോവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയാം. സോ ആ ഒരു റൂട്ട് കോഴ്സിൽ പോയി അതിനെ ചേഞ്ച് ചെയ്യുക, റൂട്ട് കോഴ്സ് മാറ്റുക. ബേസ് നമ്മൾ ക്ലിയർ ആക്കാതെ നമുക്ക് ഒരു സമൂഹത്തെയോ ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് മാറ്റിക്കൊണ്ട് വരാൻ സാധിക്കുന്നതല്ല. സോ ബേസിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലായ്പ്പോഴും ക്രിമിനൽസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലോകത്ത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഒരു സാധാ മനുഷ്യൻ എന്തുകൊണ്ട് ഒരു ക്രൈമിലേക്ക് പോകുന്നു, ആ ഒരു ബേസ് നമ്മൾ ക്ലിയർ ആക്കണം. ബിക്കോസ് വി നീഡ് സംവെയർ പീപ്പിൾ ഹാവ് വയലൻസിനോട് ഒരുപാട് ടെൻഡൻസി തോന്നുന്നു. അങ്ങനെയുള്ള പല വയലൻസിനെ മോട്ടീവാകുന്ന പല എലമെൻറ്റ്സും അവരുടെ ലൈഫിൽ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന സൊസൈറ്റിയിൽ ഉണ്ടാകുന്നു. സോ സൊസൈറ്റിയുടെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ മാറ്റേണ്ട ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കണം നമ്മൾ കൂടുതൽ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലിനെ എങ്ങനെ നമ്മൾ ബെറ്റർ ആക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കുക, അതിനെപ്പറ്റി ആയിരിക്കണം നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത്. ഈവൻ ഇഫ് സമ്മൺ കമ്മിറ്റ്സ് എ ക്രൈം, അവർ ജീവിതത്തിൽ ഒരിക്കലും ഇനിയും ഒരു ക്രൈം എഗെയിൻ കമ്മിറ്റ് ചെയ്യാത്ത രീതിയിൽ അദ്ദേഹത്തിന് എങ്ങനെ മാറ്റാൻ സാധിക്കും, ആ ഒരു വ്യക്തി എങ്ങനെ മാറ്റാൻ സാധിക്കും. അല്ലാതെ അയാളൊരു ആക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞ് ഹി ഡസ് നോട്ട് ഹാവ് ടു ബി എ വിക്ടിം ഫോർ ഹിസ് എൻ്റയർ ലൈഫ്. ആ ഒരു
മൈന്യൂട്ട് ഫ്രാക്ഷനിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തെങ്കിൽ വാട്ട് മെയ്ഡ് ഹിം ടു ഡു ദാറ്റ്, അതിലേക്ക് നമ്മൾ റൂട്ട് കോസിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പക്ക ഇൻഡിവിജ്വലാക്കി ചേഞ്ച് ചെയ്യാൻ നമുക്ക് സിസ്റ്റത്തിന് സാധിച്ചില്ലെങ്കിൽ ദെൻ എവറിത്തിങ് ഈസ് എ ഫെയിലിയർ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ റേപ്പ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും റേപ്പൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നോക്കുമ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു സെക്സ്വൽ റിപ്രഷനുണ്ട്. അറിയാമല്ലോ, നമ്മൾ സെക്സ്വൽ ഫ്രീഡം ഉള്ളൊരു സൊസൈറ്റി അല്ല നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. പൊതുവേ സെക്സ്വലി റിപ്രസ്ഡ് ആണ്, സെക്സ് എഡ്യൂക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഒരു വ്യക്തി ഒരു 13-14 വയസ്സാകുമ്പോൾ സെക്സ്വലി മെച്യൂർ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്സ്വൽ നീഡിനനുസരിച്ചുള്ള അവൈലബിലിറ്റി പലപ്പോഴും നമ്മുടെ സമൂഹം കൊടുക്കാറില്ല. ഒരു ടീനേജിലുള്ള ആൾക്കാർക്കൊന്നും ഒരു സെക്സ്വൽ എക്സ്പ്ലോറേഷൻ ഒന്നുമില്ല. അവർ ഈ പോൺ കാണുക, മാസ്റ്റുബേറ്റ് ചെയ്യുക എന്ന രീതിയിൽ അവരുടെ സെക്സ് ലൈഫ് ഒതുങ്ങിപ്പോകുന്നു. അതൊന്നും ഇതൊക്കെ തെറ്റോ ശരിയോ എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല. എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ടു ഡു വിത്ത് യുവർ സെക്സ്വൽ എനർജി. സെക്സ് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പൊതുവേ നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വരിക എന്ന് പറയാം. സോ എന്താണ് സെക്സ് എന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പോലും നമ്മുടെ എഡ്യൂക്കേഷൻ ഇതിൽ നിന്നും എന്ത് ചെയ്യണം, ഒരു സെക്സ്വൽ എനർജി വരുമ്പോൾ അതിനെ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ടു ഡു വിത്ത് ദാറ്റ് എനർജി ദാറ്റ് ഈസ് ബിൽഡിങ് അപ്പ് ആഫ്റ്റർ എ സെർട്ടൻ പീരീഡ് ഓഫ് ടൈം. സോ അതിനുള്ളൊരു വ്യക്തമായ ഒരു ഗൈഡൻസ് ഒന്നും നമുക്ക് സിസ്റ്റമില്ല. സോ അങ്ങനെയുള്ള സെക്സ്വലി റിപ്രസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റീസൊക്കെ തന്നെയാണ് പൊതുവെ ഒരു റേപ്പിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഓരോ റൂട്ട് കോസിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ആൻഡ് ദ ഫിലിം ഹാസ് ടു ഡു മച്ച് മോർ ഇൻസൈറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചുകൂടി ഇൻസൈറ്റ് കൊടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ പോർട്രേ ചെയ്യാൻ. സോ അവരെ നന്മപരമാക്കണമെന്നല്ല പറയുന്നത്, ഹൗ എ ക്രിമിനൽ പേഴ്സൺ ക്യാൻ ബി ചേഞ്ച്, ദാറ്റ്സ് ഷുഡ് ബി ദ അൾട്ടിമേറ്റ് തിങ്. അല്ലാതെ ഡെത്ത് മാത്രമായിരിക്കരുത് ഓരോ ക്രിമിനലിൻ്റെ എന്താ പറയുന്നത് ഒരു എൻഡ് ജസ്റ്റിഫിക്കേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ള പേഴ്സണലി. So that's what I felt how cinema should be improved regarding representing criminals. So അതാണ് എനിക്ക് പറയാനുള്ളത്. Hope you liked the video. Thanks for watching.